ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റ് കൊണ്ടുള്ള നല്ല സ്പോഞ്ചി ഒരു ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും ഈ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളെടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി. ഇതാ കണ്ടില്ലേ, ആ മുട്ടയുടെ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ട് വരുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൂസ്റ്റും ആ ഓയിലൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഒരുപാട് സ്പീഡായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ നമ്മളൊന്ന് സ്ലോ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ മാവ് ചേർത്തിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരേ സ്റ്റെപ്പായിട്ട് ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദയും കൂടി അതിലേക്കൊന്ന് തൂറ്റി കൊടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ മിക്സ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഈ ടാപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പിട്ടൊന്ന് അടച്ചിട്ട് അതിൽ വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്കിത് ഒരു പഴയ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ തവയിലേക്ക് ഒരു 10 മിനിറ്റ് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉള്ളത് കാരണം ഞാനിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരുപാട് മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നന്നായിട്ട് ഇതൊന്ന് സ്റ്റിഫായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ നന്നായിട്ടിത് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്കൊക്കെ തയ്യാറാവുന്ന സമയം കൊണ്ട് ഇതൊന്ന് സെറ്റായിട്ടിരിക്കും. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ നമ്മൾ കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതെ വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം കണ്ടിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല അത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന്. നല്ല അത്രയ്ക്ക് സോഫ്റ്റാണ് കേക്ക്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് ക്രീം സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 കവർ ബൂസ്റ്റിൻ്റെ പാക്കറ്റും കൂടി തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ മേളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്കും കൂടി ഇതിൻ്റെ മേളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം സ്റ്റെപ്പാണ്. പാലിൻ്റെ മിക്സ് ഈ കേക്കിൻ്റെ എല്ലാ സൈഡിലോട്ടും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അടുത്ത് ഇതിൻ്റെ മേളിലായിട്ട് നന്നായിട്ടൊന്ന്
വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഏറ്റവും ലാസ്റ്റിലുള്ള ആ ഒരു ലെയറാണ്, അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത്. വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന ആ പാലിൻ്റെ മിക്സും കൂടി ഒന്ന് എല്ലാ സൈഡിലോട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമും കൂടി ഇതിലേക്കൊന്ന് തേച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ക്രീമെല്ലാം നല്ലതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റിൽ നിന്ന് കുറച്ചും കൂടി ബാക്കി ഇരുന്നതും കൂടി ഒന്ന് തട്ടിക്കൊടുത്ത് എല്ലായിടത്തും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലിപ്പോൾ വേറെ ഇവിടെ ഡിസൈനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതുപോലെ ബൂസ്റ്റിൻ്റെ കേക്ക് തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ കേക്ക് വേക്കാവുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. എല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക്